പീതാംബരം കരവിരാജിതരംഗചക്ര കൗമോദഗീതരഥിജങ്കരുണാഥമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം കൃതിഭാവയാമി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ശ്രീമദ് ഭാഗവതത്തിൽ എന്തിനാണ് ഭാഗവതം ഉണ്ടായത്, അല്ലെങ്കിൽ ഈ ഭാഗവത സംഹിത സുഖമാഷി പറഞ്ഞു കൊടുത്തത്, അത് കഴിഞ്ഞിരിക്കുന്നു. എന്തിനാ പറഞ്ഞു കൊടുത്തത്? പരീക്ഷത്തിൻ്റെ മോക്ഷത്തിനാണ്. പരീക്ഷിത്ത് മഹാരാജാവ് 7 ദിവസത്തിൽ തട്ടകം കടിച്ച് മരിക്കും എന്നും അതിനെ മോക്ഷമാക്കി മാറ്റാൻ, ദുർമരണമല്ലാണ്ടാക്കാൻ ശ്രീമദ് ഭാഗവതം കേട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീമദ് ഭാഗവതം കേൾപ്പിച്ചു. എല്ലാം ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. മുക്തിയെ പ്രാപിച്ചു. ശ്രീ പരീക്ഷത്തിൻ്റെ ആത്മാവ് ഈശ്വര സ്വരൂപമായിട്ടൊരു തേജസ്സായിട്ട് ആകാശത്തിലേക്ക് ഉയരുന്നത് അവിടെ എല്ലാവരും കണ്ടു. ഏകദേശം സന്ധ്യാസമയത്തോട് കൂടിയിട്ടാണ് മുക്തി ഉണ്ടായത് എന്നാണ്. അതാണ് ശരിക്കും പോർഷൻസ് നോക്കുമ്പോൾ സന്ധ്യയ്ക്കാണ് ഭാഗവതം കഴിയേണ്ടതെന്നാണ്. ഉച്ചയ്ക്ക് മുമ്പേ തീർക്കാനുള്ള സൗകര്യത്തെ നമ്മൾ തീർക്കണു. ഊണ് കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ല, ഇവർക്ക് വേറെ വായന തുടങ്ങണം എന്നുള്ളതാണ്. ശരിക്കും സന്ധ്യ വരെ വേണത്രേ. മോക്ഷം പ്രാപിച്ചു. പരീക്ഷിതവി രാജശ്രീരാത്മന്യാത്മാനം ആത്മനാ സമാധായ പരം ദത്യ അസ്പന്ദാസുർ യഥാതുരു. അങ്ങനെ ആത്മാവിനെ ആത്മാവിൽ തന്നെ ലയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മുക്തിയെ പ്രാപിച്ചു. ഭാഗവതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക്, എന്തിനാണ് ഭാഗവതം വെച്ചാൽ അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു, നേടിയിരിക്കുന്നു. ശരിക്കും പറയാന്ന് വെച്ചാൽ ഭാഗവതം ഇവിടെ വേണമെച്ചാൽ അവസാനിപ്പിക്കാം. പിന്നെ എന്തിനാ 4-5 അധ്യായം അധികം പറഞ്ഞത്? ആക്കെ ചോദിച്ചപ്പോൾ മുഴുവൻ നമുക്ക് ഉത്തരം പറയാനൊന്നും പറ്റില്ല. ചിലർ പറയണത് പരീക്ഷത്തിന് മോക്ഷം കിട്ടി, നമുക്ക് മോക്ഷം കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ നമുക്കാണല്ലോ ഭാഗവതം, നമുക്കും കൂടിയാണ് ഭാഗവതം. പരീക്ഷ മാത്രമല്ല, നമുക്കും വേണമല്ലോ ഭാഗവതം. നമ്മുടെ ഈ ഉദ്ദേശിച്ചിട്ടാണത്. അല്ലെങ്കിൽ അതവിടെ കഴിഞ്ഞാൽ അവിടെയൊക്കെ നിർത്താലോ. വീണ്ടും ഭാഗവത സംഹിത ലോകത്തിൽ നിലനിർത്തിയത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. നമുക്ക് മുക്തി കിട്ടിയിട്ടില്ല, കിട്ടൂല്ല. അങ്ങനെ ഇപ്പോൾ ഒരു പ്രാവശ്യമൊക്കെയാണ് കേട്ടാൽ കിട്ടുമോ? അപ്പോൾ എത്രയോ ആൾക്ക് കിട്ടിയിട്ടുണ്ടാവണം. അപ്പം അതുകൊണ്ട് സാധാരണക്കാരനെ സംബന്ധിക്കുന്ന കുറേ കാര്യങ്ങൾ കുറച്ചും കൂടി ആവാം എന്ന് തോന്നിയതിനാലാവാം എന്നാണ് ചിലരുടെ ഒരു അഭിപ്രായം. പിന്നെ എല്ലാ രീതിയിലും എല്ലാവർക്കും എപ്പോഴും ഒരു പ്രാവശ്യം കേട്ടാൽ മുക്തി കിട്ടാത്തതുകൊണ്ട് അതിനുള്ള ഒരു പശ്ചാത്തലം എല്ലാവർക്കും അതിനുശേഷം അങ്ങോട്ട് മുക്തി കിട്ടുക എന്ന് പറഞ്ഞാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ സംഭവിച്ചു എന്ന് കൂട്ടുക. ഒരു സപ്താഹം കഴിഞ്ഞു, അതിലെത്ര ശ്രോതാക്കളുണ്ട് വെച്ചാൽ അവർക്കൊക്കെ മുക്തി കിട്ടിച്ചാലും അല്ല, അങ്ങനെ കിട്ടിയിട്ടല്ല, അഥവാ കിട്ടിയാൽ അതൊരു വല്ലാത്തൊരു അവസ്ഥയാവും ഇല്ലേ. അവിടെ ഇരിക്കുന്ന ഒരൊറ്റ ആൾ അവിടെ നിന്ന് നീങ്ങണില്ല എന്ന് വയ്ക്കുക. അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം, ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് വിചാരിച്ച് ഒരു 100-400 ശ്രോതാക്കളുണ്ട് വെച്ചാൽ അവിടെ ഇരുന്നാൽ ആകെ കുഴപ്പമാവും ചിലപ്പോൾ ഇല്ലേ. ആ വെച്ച ചോറുണ്ടാനും കൂടി ആളുണ്ടാവില്ല. അവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളൊന്നും നീങ്ങില്ല. അതൊക്കെ എന്തൊക്കെ ഉണ്ടാവുക നമുക്ക് പറയാൻ പറ്റില്ല. ആകെപ്പാടെന്തായാലും ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവും. ഇന്നത്തെ ഭാഷയിൽ പറയാൻ ഒരു ജഗപ്പൊക്കെ കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് പാടില്ല. അങ്ങനെ എല്ലാവർക്കും ഇങ്ങോട്ട് മുക്തി പെട്ടെന്ന് പ്രാപിച്ചാൽ പ്രപഞ്ചം അവിടെ നിശ്ചലാവില്ലേ. ഉണ്ടാവില്ല, അത് വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ടാവാം അങ്ങനത്തെവരെ സംബന്ധിച്ച് കുറച്ചും കൂടിയും കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങനെ വേണമെന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടാവാം. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ആയുസ് കഴിയണവരെങ്കിലും ഇങ്ങനെയൊക്കെയാണ് പോട്ടെ എന്നിട്ടാവാം എന്നുള്ളതുകൊണ്ടാവാം കുറച്ചും കൂടി കാര്യങ്ങൾ. അതൊക്കെ നമ്മുടെ വിഷയങ്ങളല്ല കേട്ടോ. ഇനി അതിന് ശേഷം ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ, തൻ്റെ അച്ഛനെ പാമ്പ് കടിച്ച് മരിച്ച വിദ്വേഷം ഇവിടെ ഉണ്ടായി. ജനമേജയന് അദ്ദേഹം സർവ്വ പാമ്പുകളെ കൊല്ലാനുള്ള ഒരു തീരുമാനം എടുക്കുകയാണ്. അത് ഉത്തങ്കൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മഹർഷി ഇദ്ദേഹത്തെ ഉപദേശിക്കുകയും ചെയ്തു എന്നാണ്. ജനമേജയ തൻ്റെ അച്ഛനെ പാമ്പ് കടിച്ചത് കൊന്നതാണ് തക്ഷകൻ. കൊന്നിട്ടൊന്നുമില്ല, അദ്ദേഹം മുക്തി പ്രാപിച്ചത് ഉത്തങ്കന് അത്രേ വിവരമുള്ളൂ എന്ന് വേണം നമ്മൾ ഗണിക്കാൻ. മരിച്ചിട്ടുണ്ടോ പരീക്ഷിത്ത്? അവിടെ ഈ പാമ്പുകളെ മുഴുവൻ കൊല്ലണം.
മഹാദുഷ്ട ജീവികളാണ് പാമ്പുകൾ. അപ്പോൾ കുറേ പറഞ്ഞപ്പോൾ ഈ ജനമേജയന് അത് ശരിയാന്ന് തോന്നി. പാമ്പുകളില്ലാണ്ട് ജനങ്ങൾക്ക് സമാധാനമായിട്ട് നടക്കാമല്ലോ. അദ്ദേഹം ഒരു സത്രം നിശ്ചയിച്ചു. സർവ്വ പാമ്പുകളെ മന്ത്രം ഉപയോഗിച്ച് വരുത്തി അതിലിട്ടിട്ട് അങ്ങോട്ട് ചുട്ട് കൊല്ലാൻ തുടങ്ങി. അത്രയും വലിയ പാപം വേറെ ഉണ്ടോ? ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഈ സാധു ജീവികളാണ് പാമ്പുകൾ എന്നാണ് പറയണത്. ഒരു പാമ്പും കയറി വന്ന് മനുഷ്യനെ കടിച്ചിട്ട് ചരിത്രമില്ല. അതിൻ്റെ മേൽ ചവിട്ടിയാൽ റിഫ്ലക്സിലാണ് അത്ര ഇത് കടിക്കണത്. വന്ന വായ പൊളിക്കുക. ആ വായ തുറക്കണ സമയത്ത് നമ്മുടെ അവയവം വന്നാലേ കടി കൊള്ളുള്ളൂ എന്നൊക്കെയാണ് പറയണത്. അല്ലാതെ അത് വേണം എന്ന് വിചാരിച്ചിട്ട് സാധാരണ സാഹചര്യത്തിൽ നമ്മളെ കടിക്കില്ല. മുട്ടയിട്ട് കിടക്കുന്ന പാമ്പ് ചിലപ്പോൾ കുട്ടികളെ ഉപദ്രവിച്ചെങ്കിലോ എന്ന് വിചാരിക്കും. അത് അതിൻ്റെ മാത്രം കുറ്റമല്ല. പട്ടിയാവട്ടെ പുലിയാവട്ടെ ഏത് ജീവികൾക്കും ഉണ്ട് ഈറ്റുപട്ടി ഈറ്റുപുലി. പ്രകൃതി അതിന് കൊടുത്തൊരു ഇതാണത്. അല്ലാത്ത സാഹചര്യങ്ങളിലൊന്നും അത് കടിക്കില്ല. നമ്മളെ നിന്ന് ഒഴിഞ്ഞു പോവാനേ അത് ശ്രമിക്കൂ. നല്ലൊരു ടോർച്ച് കയ്യിലുള്ളവർക്ക് പാമ്പിനെ പേടിക്കുകയേ വേണ്ട. അഥവാ നമ്മുടെ വഴിയിലുണ്ടെച്ചാൽ അത് പോകുന്നവരോട് സ്വൈരമായിട്ട് നമുക്ക് നിൽക്കാം. അത് പൊക്കോളും, ഇങ്ങോട്ട് കയറി വരില്ല. ശ്വാക്കൾ അങ്ങനെയല്ല കുരച്ച് ചാടി നമ്മളെ ഉപദ്രവിക്കും. അത്ര ഉപദ്രവമില്ല പാമ്പിനെ കൊണ്ട്. അപ്പം അതുകൊണ്ട് ഇവയെ കൊല്ലരുത് എന്ന് ആരുപദേശിച്ചു? ആസ്തികൻ ഉപദേശിച്ചു. ജഗത്കാരു എന്ന് പറഞ്ഞിട്ടൊരു മഹർഷിയുടെ പുത്രനാണ് ആസ്തികൻ. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വംശം പാമ്പാണ്. നാഗമാത എന്നാണ് ഈ അമ്മയ്ക്ക് പേര് പറഞ്ഞു കൊടുക്കാറുള്ളത്. അപ്പോൾ അമ്മയുടെ വംശപ്പെട്ടതിൽപ്പെട്ട പാമ്പുകളെ ഉപദ്രവിക്കുന്നത് മഹാപാപമാണ് എന്ന് ആസ്തികൻ ഉപദേശിക്കുകയാണ്. ആരെ? ജനമേജയൻ. ഓരോരുത്തർ പറയണത് കേൾക്കണ ഒരാളാണെന്ന് നമുക്ക് തോന്നും ഇല്ലേ? ഉത്തങ്കം പറഞ്ഞപ്പോൾ എല്ലാറ്റിനെയും കൊന്നു, ആസ്തികൻ പറഞ്ഞപ്പോൾ നൃത്തം ചെയ്തു. അങ്ങനെയായാൽ പറ്റുമോ? നമുക്കായിട്ടൊരു അഭിപ്രായമൊക്കെ വേണ്ടേ? ഇത് തുടങ്ങേണ്ട ആവശ്യമില്ല ശരിക്കും. അപ്പോൾ ഈ പാമ്പുകൾക്ക് സന്തോഷമായി. അതിൻ്റെ വംശത്തെ നശിപ്പിക്കുന്നത് നിർത്തിയല്ലോ. ആസ്തികൻ പറഞ്ഞിട്ടാണ് നിർത്തിയത്. അതുകൊണ്ട് ആസ്തികായ നമാന്ന് ചൊല്ലിയാൽ അവർക്ക് വിഷഭയം ഉണ്ടാവില്ല, പാമ്പുകളിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാവില്ല എന്നൊരു വരം ഈ പാമ്പുകളായിട്ട് അങ്ങോട്ട് കൊടുത്തതാണ് തങ്ങളുടെ വംശത്തെ രക്ഷിച്ചതിന്. തക്ഷകനെയും ആവാഹിച്ച് കൊല്ലും എന്ന് വന്നപ്പോൾ ഇന്ദ്രൻ്റെ അടുത്ത് അഭയം പ്രാപിച്ചു തക്ഷകൻ. അപ്പം മന്ത്രം ചെല്ലണവരൊക്കെ പറഞ്ഞു ഇന്ദ്രനെ കൂട്ടി ഇങ്ങോട്ട് ആവാഹിക്കുക, ഇന്ദ്രനും തക്ഷകനും അഗ്നിയിൽ ദഹിക്കട്ടെ എന്ന്. അപ്പം ഇന്ദ്രന് പേടിയായി. അങ്ങനെ ഉത്തങ്കൻ പറഞ്ഞ് തുടങ്ങിയ യാഗത്തിനെ ആര് പറഞ്ഞിട്ട് അവസാനിച്ചു? ആസ്തികൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. അവയ്ക്കും ഈ ലോകത്തിൽ ജീവിക്കേണ്ടതുണ്ട്. നമ്മൾ മഹാപാപമാണ് അവരെ കൊല്ലുന്നതിൽ കൂടെ ചെയ്യുന്നത്. ഒന്നിനെ കൊന്നതുകൊണ്ടൊന്നും നമുക്ക് പോയെന്നുള്ള ഉപദ്രവം ഉണ്ടെച്ചാൽ പോകാൻ പോകണില്ല. യോഗ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ വരും. അതുകൊണ്ട് ഇതിനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അതിനെ ഒഴിവാക്കുകയും ചെയ്തു. അതിന് ശേഷം പ്രഥമ സ്കന്ധത്തിൽ പറഞ്ഞ കാര്യമാണ് പറയണത്. ഭേദവിഭാഗം. അറിവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒന്നേ ഉള്ളൂ, രണ്ടില്ല. ഒരാളെ നമ്മൾ അറിയുമോ എന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഒന്നെങ്കിലോ അറിയുമെന്ന് പറയും, അല്ല വെച്ചാൽ അറിയില്ല എന്ന് പറയും ഇല്ലേ? ഈ അറിയില്ല എന്നുള്ളത് ഒരു അറിവല്ലേ? അറിയില്ല എന്ന അറിവുകൊണ്ടല്ലേ അറിയില്ല എന്ന് പറയണത്. അപ്പം അതും അറിവാണ്. അത് അയാളെ അറിയില്ല കേട്ടോ, മുമ്പ് കണ്ടിട്ടില്ല, അതൊരറിവാണ്. അറിവ് എപ്പോഴും ഒന്നേ ഉള്ളൂ. അതിനാണ് വേദം എന്ന് പറയണത്. അപ്പം അത് ഋക്ക്, യജുസ്, സാമം, അഥർവം എന്നിങ്ങനെ 4 അറിവിൽ കൂടെ ഈശ്വരനിൽ എത്തലാണ് ഋഗ്വേദം. അതിൻ്റെ ആചാര്യൻ പൈലൻ. കർമ്മം ചെയ്യുക, പൂജ, ആവാഹിക്കുക, യാഗം, അഗ്നി, ഹോമം ഇതൊക്കെയാണ് യജുർവേദം. കർമ്മത്തിൽ കൂടെ വൈശമ്പായനൻ അതിൻ്റെ ആചാര്യൻ. ഈ സംഗീതത്തിലും ഈശ്വരൻ ഉണ്ട് എന്നാണ് പറയണത്. സംഗീതം ഒരു ദിവ്യമാണ്. എല്ലാവർക്കും സംഗീതം വരില്ല, നോക്കിയിട്ടുണ്ട്. അത് ചിലരുടെ ഒരു ആസ്വദിക്കണമെങ്കിലടക്കം ഭാഗ്യം വേണമെന്നാണ് പറയുക. അല്ലെങ്കിൽ ഓഫാക്കാൻ പറയും, ഈ പാട്ടൊന്നും വേണ്ട, സ്വൈരായിട്ടിരിക്കുക. സംഗീതം ആസ്വദിക്കണമെങ്കിൽ ഏത് തരം സംഗീതത്തിനൊരു അതിനൊരു ഭാഗ്യം ഉള്ളവർക്ക് എത്രയേ പറ്റും. അപ്പോൾ അതുകൊണ്ട് ജൈമിനി ആണ് അതിൻ്റെ ആചാര്യൻ. സംഗീതത്തിൽ കൂടെ ഈശ്വരനിൽ എത്തുക നല്ലൊരു മാർഗ്ഗമാണ്. ഭജന, കീർത്തനം ഇതൊക്കെ അതിന്ന് വന്നു. അഥർവവേദം കുറേയും കൂടി ലൗകികമാണ്.
അതിൽ പെട്ടതാണ് ഒരാളെ ദോഷം ചെയ്യുക, മന്ത്രവാദം മുതലായിട്ട്. ഇതൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ദൃഷ്ടി അടക്കമുണ്ട്. ഒരാൾക്ക് അയാൾ എത്ര നന്നായിട്ട് പെർഫോം ചെയ്യണമെന്ന് തോന്നിയാൽ മതി എന്നാണ്. ചിലരുടെ ദൃഷ്ടിക്ക് ആ തോന്നൽ നമ്മളിൽ നെഗറ്റീവ്സ് ഉണ്ടാക്കാൻ കഴിയും. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, എല്ലാവരിലും ഉണ്ടാവണമെന്നില്ല. ചിലരുടെ തോന്നൽ ചിലരിൽ അത് സൃഷ്ടിക്കും. അതാണ് ഗുരുതി ഒഴിയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിൻ്റെ ആചാര്യ അങ്കിരസ്. അതിലൊന്നും കൂടി പറയേണ്ട അഥർവവേദത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കണം. പുഴകളിൽ വേസ്റ്റ് എറിയരുത്, പ്ലാസ്റ്റിക് കുപ്പി, പറ്റികൾ, ഡിസ്പോസബിൾ ഗ്ലാസുകൾ ഇത് കൊണ്ടേ തള്ളാനുള്ളതല്ല പുഴ. പുഴ വിശിഷ്ടമായിട്ട് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. മരങ്ങൾ വെട്ടാൻ പാടില്ല, വായു മലിനീകരിക്കാൻ പാടില്ല. ഇതൊക്കെ പറയുന്ന വേദമാണ് അഥർവവേദം. ഈ 4 വേദങ്ങളെ സൃഷ്ടിച്ചു. ഓരോരുത്തരുടെ സന്ദർഭത്തിന് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പണ്ട് കാലത്ത് യാജ്ഞവൽക്യൻ എന്ന് പറഞ്ഞിട്ടൊരു മഹർഷി ജ്ഞാനി ഉണ്ടായിരുന്നത് യോഗശാസ്ത്രത്തിൻ്റെ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാച്ചിൽ കുട്ടികളോട് കൂടിയിട്ട് പഠിക്കുമ്പോൾ അദ്ദേഹം കുറച്ച് നല്ലോണം അറിവുള്ള ആളായിട്ട് ചെറുതായിട്ട് ചില അഹങ്കാരമൊക്കെ ഉണ്ട്. അപ്പം അതൊന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടി ആ ഗുരുനാഥൻ വേണം എന്ന് വിചാരിച്ചിട്ടൊരു തെറ്റ് വരുത്തി. എന്നിട്ട് ചോദിച്ചു, ഞാൻ ഇന്നിപ്പോൾ ഒരു തെറ്റ് വരുത്തിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഒരു ചോദ്യമാണ്, ടെസ്റ്റാണത്. പണ്ടൊക്കെ ഈ പ്രാക്ടിക്കൽ ടെസ്റ്റാണ്, കുറേ ചോദ്യം കൊടുത്ത് കടലാസിൽ എഴുതലല്ല, ഇങ്ങനത്തെ ടെസ്റ്റുകളാണ് ഉണ്ടാവുക. അപ്പോൾ ആ വിദ്യാർത്ഥികളും ശിഷ്യന്മാരും നല്ല ബുദ്ധിമാന്മാരാണ്. ഒരൊറ്റ ആൾ പറഞ്ഞില്ല. അവർക്കറിയാം തെറ്റൊക്കെ അവർ മനസ്സിലായിരിക്കണം. എന്താ പറയാൻ പാടാത്ത? ഗുരുവിൻ്റെ തെറ്റ് ശിഷ്യൻ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല. വേറുള്ളവർക്ക് ആവാം, അത് എത്രയോ ആൾക്കാർ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടവരുണ്ട്. ശിഷ്യന് അത് പറഞ്ഞിട്ടില്ല. ഒരമ്മയെ തെറ്റായിട്ടുള്ള രീതിയിൽ വിമർശിക്കാനോ മനസ്സ് വേദനിപ്പിക്കാനോ മകന് അധികാരമില്ല. ഭർത്താവിനാവാം, അച്ഛനാവാം, നാട്ടുകാർക്കാവാം, അമ്മാവനാവാം. മകൻ എപ്പോഴും മകനാണ്, അത് മകൻ ഓർക്കണം. അതുപോലെയാണ് ഇവിടെ ശിഷ്യന് ഗുരുവിനെ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല. അതിനുള്ള അധികാരം അവനില്ല. അധികാരമില്ലാത്ത ചെയ്യാൻ പാടില്ല. ഈ യാജ്ഞവൽക്യൻ എന്ത് ചെയ്തു? എണീറ്റ് നിന്ന് അങ്ങോട്ട് പറഞ്ഞു, ഇന്ന ഭാഗത്താണ് അങ്ങ് തെറ്റ് വരുത്തിയത്. അപ്പോൾ ഗുരു പറഞ്ഞു, അങ്ങേക്കായിട്ടില്ല എന്ന് പറഞ്ഞു. തെറ്റ് ചൂണ്ടിക്കാണിച്ചത് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ കാരണം? തെറ്റ് കാണാതിരിക്കാനാണ് അത്ര യഥാർത്ഥ അറിവ് വേണ്ടത്. തെറ്റ് കാണാനല്ല എന്നാണ്. മറ്റൊരാളുടെ തെറ്റ് കാണാൻ കുറച്ചറിഞ്ഞാൽ മതി. പക്ഷേ മറ്റൊരാളുടെ തെറ്റ് കാണാതിരിക്കണമെങ്കിൽ നല്ല അറിവുണ്ടാവണം എന്നാണ്. ആലോചിച്ച് നോക്കൂ, തെറ്റ് കാണാതിരിക്കാനാണ് അറിവ് വേണ്ടത്. അപ്പം അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ് എന്ന് പറഞ്ഞാൽ ഈ വാക്കുകളിലോ പ്രയോഗങ്ങളിലോ പുസ്തകങ്ങളിലോ അല്ല കിടക്കുന്നത്. അത് മനസ്സിലാക്കണം. മറ്റൊരാളുടെ തെറ്റ് കാണാതിരിക്കാൻ, അതാണ് യഥാർത്ഥ അറിവ്. അതിന് ജ്ഞാനം എന്ന് പറയും. അത് പഠിപ്പല്ല, പഠിച്ചിട്ട് കിട്ടണതല്ല, അഭ്യസിച്ചിട്ടും ശീലിച്ചിട്ടും കിട്ടേണ്ടതാണ്. നല്ല ജ്ഞാനികൾ നമ്മൾ വായിക്കുമ്പോൾ തെറ്റ് തിരുത്തില്ല. എനിക്കറിയാം, ആനന്ദ സരസ്വതി സദസ്സിൽ വെച്ചിട്ട് ഒരാളെ തിരുത്തിയത് കേട്ടിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ അറിവാണ്. തെറ്റി വായിച്ചാൽ തെറ്റിയ ആൾക്ക് പോയി എന്നല്ലാണ്ട് താനെന്തിനാ സദസ്സിൽ വെച്ചിട്ട് അത് തിരുത്താൻ നിൽക്കണം? രഹസ്യമായിട്ട് തിരുത്താം, ശിഷ്യനെ തിരുത്താം. പരസ്യമായിട്ട് ഒരു മാനസിക വിഷമമുണ്ട്, അതും കൂടി അറിയണം ഒരു യഥാർത്ഥ അറിവുള്ള ആൾ. അതുകൊണ്ട് യാജ്ഞവൽക്യൻ തിരുത്തിയപ്പോൾ ഗുരുനാഥൻ ശപിച്ചു, പഠിച്ച വിദ്യ മുഴുവൻ അവിടെ ഇട്ട് പോവാൻ. നിനക്കായിട്ടില്ല എന്ന് പറഞ്ഞു. തെറ്റ് കാണാതിരിക്കാനുള്ള പഠിപ്പ് നിനക്ക് ആയിട്ടില്ല, തെറ്റ് കാണാനുള്ള പഠിപ്പേ ആയിട്ടുള്ളൂ, പോരാ. അതാണ് പണ്ടത്തേക്ക് ഓരോ കാര്യങ്ങളെ. ഇപ്പം യാജ്ഞവൽക്യന് വല്ലാത്ത വിഷമമൊക്കെ ആയി. തൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ, ഗുരുവിനെയാണ് താൻ തിരുത്തിയത്. പാടുമോ?
എത്രയായാലും ഗുരുവിൻ്റെ ഒപ്പം വരുമോ ശിഷ്യൻ? വരില്ല. നമ്മൾ ഗുരുവിനേക്കാളും കേമാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പണ്ട് ഒരു കഥ പറയും, ഈ ഗരുഡൻ്റെ കഴുത്തിലൊരു ഈച്ച കയറിയിരുന്നാൽ ഗരുഡൻ പനയുടെ ഉയരത്തിൽ പറക്കും ഇല്ലേ? അതിനേക്കാൾ ഒന്നും കൂടി പറന്നിട്ട് ഈച്ച പറയുകയാണ് ഞാൻ ഗരുഡനേക്കാളും കേമനാണ് എന്ന്. അത് ശരിയാവുമോ? അത്രയും പനയുടെ ഉയരത്തിൽ എത്തിയത് ഈ ഗരുഡൻ്റെ സഹായം കൊണ്ടാണ്. എന്നിട്ട് ലേശം കൂടി പൊന്തിയിട്ട് ഞാൻ ഗരുഡനേക്കാൾ ഉയരത്തിലാണെന്ന് പറഞ്ഞാൽ അതിന് വല്ല വിലയുണ്ടോ? എന്നെ പോലെ നമ്മൾ വാൽമീകി, രാമായണം, ഭാഗവതത്തിനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കേമായിട്ട് വിമർശിക്കുന്നതാണോ? ഇത് വിമർശിക്കാൻ കാരണം അത് ഉണ്ടാക്കിയതുകൊണ്ടല്ലേ. എന്നിട്ട് അതിലൊന്ന് വിമർശിച്ച് കേമനാവുക. അത്രയും എഴുതിയിട്ടുള്ള മഹത്വം കണ്ടാൽ നമ്മുടെ ഈ വിമർശനം എവിടെയെങ്കിലും എടുത്തിട്ടുണ്ടോ? അതിൻ്റെ കാരണം അതിലുണ്ടാവും ചെയ്ത് കാണാണ്ടേ വിമർശിക്കണതേ. അപ്പം അത്തരം പ്രവണതകൾ ബാലിശാണ്. അവരുണ്ടാവുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത് എന്ന് എപ്പോഴും നമ്മൾ ഓർക്കണം. നമ്മളൊക്കെ ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ടോ? എവിടെ എത്തിയിട്ടില്ല. അതാദ്യം മനസ്സിലാക്കുക. യാജ്ഞവൽക്യൻ എന്ത് ചെയ്തു? അദ്ദേഹം കുറച്ച് സിദ്ധി ജ്ഞാനം ഉള്ളത് കൊണ്ട് ഒന്നും ഗുരുവിനെ മറുത്ത് പറയാതെ ക്ഷമാപണം നടത്തി സൂര്യോപാസന ചെയ്ത് ആ നഷ്ടപ്പെട്ട വിദ്യ മുഴുവനെ പുനഃസ്ഥാപിച്ചു എന്ന് പറയാം. അദ്ദേഹം ആയതുകൊണ്ട് അതിന് കഴിഞ്ഞു. അപ്പോൾ ഈ നഷ്ടപ്പെട്ട സമയത്ത് ആ വിദ്യകളൊക്കെ തിത്തിരി പക്ഷികൾ കൊത്തിയെടുത്തു. അതാണ് തൈത്തിരീയ ഉപനിഷത്തായത് എന്നും ശാസ്ത്രവും ചരിത്രവും പറയുന്നു. ഇതും കഴിഞ്ഞിട്ടാണ് ഭാഗവത പുരാണം പറഞ്ഞപ്പോൾ മറ്റ് പുരാണങ്ങൾ ഏവ എന്നൊരു പ്രസ്താവം കൂടി വേണം എന്നാണ്. അത് പുരാണത്തിൻ്റെ ഒരു സമ്പ്രദായമാണ്. ദൈവഭാഗവത്തിൽ ആദ്യം പറയുക ബ്രഹ്മപുരാണം, വിഷ്ണുപുരാണം. ഇവിടെ 17 പുരാണം ഭാഗവതം അല്ലാണ്ട് ഭാഗവതം അടക്കം 18 ഉണ്ട്. ബ്രഹ്മപുരാണം, പത്മപുരാണം, വിഷ്ണുപുരാണം, ശിവപുരാണം, ലിംഗപുരാണം, ഗരുഡപുരാണം, നാരദപുരാണം, ഭാഗവതം, സ്കന്ദപുരാണം, ഭവിഷ്യപുരാണം, ബ്രഹ്മേവർത്തം, മാർക്കണ്ഡേയം, വാമനപുരാണം, വരാഹപുരാണം, മത്സ്യപുരാണം, കൂർമ്മപുരാണം, ബ്രഹ്മാണ്ഡ പുരാണം. 3 6 × 3 18. ഈ 18 പുരാണങ്ങളിൽ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ആ ഒരു പൂർണ്ണത, പെർഫെക്റ്റ്നെസ് എന്ന് പറയാം, വേറെ 17നും ഇല്ല. എങ്ങനെ തൂക്കി പെരുക്കി ഹരിച്ച് കിഴിച്ച് നോക്കിയാലും ഈ 18,000 ശ്ലോകത്തിൻ്റെ ഒരു മഹത്വം, തൂക്കം ബാക്കിയൊക്കെ കൂടി കൂട്ടിയാലും കിട്ടില്ല എന്ന് എഴുതിയ വ്യാസൻ പറയണു. നമ്മൾ 17 പുരാണം നോക്കിയിട്ടില്ല, വേണ്ട. എഴുതിയ ആൾ പറഞ്ഞാൽ തന്നെയല്ലേ ശരി, പിന്നെ അതിൽ സംശയിക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ പുരാണ ആചാര്യനായ മാർക്കണ്ഡേയനെ സ്മരിക്കുകയാണ് അടുത്ത 3 അധ്യായത്തിലായിട്ട്. പുരാണ ആചാര്യൻ എന്നൊരു സ്ഥാനം മാർക്കണ്ഡേയന് ലഭിച്ചു. അത് ഈശ്വരഗത്യാ കിട്ടുന്നതാണ്. എല്ലാം ഈശ്വരഗത്യ ആണെങ്കിലും പുരാണത്തിന് കുറച്ചും കൂടി പ്രാധാന്യമുണ്ട്. വെറുതെ ഒന്നും അങ്ങനെ കിട്ടില്ല. ഈ മാർക്കണ്ഡേയൻ ആ കഥ തൃപ്രങ്ങോടും തിരുനാവായിയായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ പറയുന്നു. ശരിക്കും അത് ഹിമാലയത്തിൻ്റെ അവിടെയാണ് ശ്രീമദ് ഭാഗവത പ്രകാരം നടക്കുന്നത്. പിന്നെ എങ്ങനെ തൃപ്രങ്ങോട്ടേക്ക് കണക്ട് ചെയ്തു എന്ന് പറയാൻ നിശ്ചയില്ല. ചെറുപ്പകാലത്ത് അദ്ദേഹം ഉപനയനാദി സംസ്കാരങ്ങളും ശൗചസ്മാർത്ഥ കർമ്മങ്ങളൊക്കെ ചെയ്ത് ജ്യോതിശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു 16 വയസ്സ് വരെ അദ്ദേഹത്തിന് ആയുസ്സുള്ളൂ. തുള്ളലോട്ടം പറയും 16ാമത്തെ പിറന്നാൾ ദിവസം അമ്മ ഭക്ഷണം വിളമ്പുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണു ചോറിൽ എന്നാണ്. അപ്പോൾ കുട്ടി നോക്കി, എന്താണ് അമ്മയെ കരയുന്നത്? ജന്മദിനമായിട്ടുള്ള അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു? ആദ്യം അമ്മ പറഞ്ഞില്ല, കുട്ടി മരിക്കാൻ പോവുകയാണെന്ന് പറയാൻ പറ്റുമോ? പിന്നീട് നിർബന്ധിച്ചപ്പോഴാണ് കുട്ടി നിനക്ക് 16 വയസ്സാണ് ആയുസ് നിശ്ചയിച്ചിരിക്കുന്നത് എന്ന്. അങ്ങനെ അദ്ദേഹം തപസ്സിന് പോയി. ഇതിലത്രേ പറയുള്ളൂ. രാമാമുകുന്ദൻ്റെ കെട്ടിപ്പിടിച്ചു എന്നും തൃപ്രങ്ങോട്ട കഥയൊന്നും ഇതിൽ പറയണില്ല. ശ്രീമദ് ഭാഗവതത്തിൽ അതില്ല. നേരെ പുഷ്പഭദ്ര തീരത്ത് തപസ് അനുഷ്ഠിച്ചു എന്നാണ് പറയണത്. അവിടെ നരനാരായണ സ്വരൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷമായി എന്നുള്ള കഥയെ ഭാഗവതത്തിലുള്ളൂ. നരനാരായണ സ്വരൂപമായിട്ട് തപസ്സിൻ്റെ മൂർത്തിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഭഗവാനെ സ്തുതിക്കുകയാണ്.
കിം വർണ്ണയേ തവ വിഭോ യതു തീരിതോസു സംപദ്ധതേ തമനുവാങ്മന ഇന്ദ്രിയാണി. മനസ്സിനോ വാക്കുകൾക്കോ ഇന്ദ്രിയങ്ങൾക്കോ ഗോചരമല്ലാത്ത അങ്ങയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് സർവേശ്വര ഞാൻ എന്ത് പറയാനാണ്? ഈ സംസാരത്തിൽ ആശ്രയിക്കുന്നവർക്ക് ബന്ധുവായിട്ട് നിൽക്കുന്നത് അങ്ങ് മാത്രമാണ്. എട്ടുകാലി അതിൻ്റെ ഉള്ളിൽ നിന്ന് നൂലുണ്ടാക്കി അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ സംഭരിക്കുന്നത് പോലെയല്ലേ ഈ ലോകത്തെ തിട്ടിച്ച് രക്ഷിച്ച് അങ്ങ് സംഭരിക്കുന്നത്? അതുകൊണ്ട് സർവേശ്വര, ഏതൊരാൾ അങ്ങയെ സ്തുതിക്കുക, നമസ്കരിക്കുക, ഭജിക്കുക, സാക്ഷാത്കരിക്കുക അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? ശ്രമിച്ചാൽ മതി. മുഴുവൻ വിജയിച്ചില്ലെങ്കിൽ പോലും ആ ശ്രമത്തിന് ബലമുണ്ട് എന്നാണ്. അവർ എല്ലാ പ്രകാരത്തിലുള്ള സംസാര ദുഃഖത്തെയും ഇല്ലാണ്ടാക്കുന്നു. ഇനി വേറൊരു മാർഗം ഇതിനുണ്ടോ സംസാരത്തെ കടക്കാൻ? ഇല്ല. നാന്യം തവാങ്കൃപ നയാ അപവർഗമൂർത്തേ. മോക്ഷത്തിന് മൂർത്തിയായിട്ടുള്ള അങ്ങയെ ഭജിക്കല്ലാതെ ഈ സംസാരത്തിൽ വന്നുപെട്ട് അതിനെ കടക്കാൻ യാതൊരു മാർഗവും സർവേശ്വര ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇനി കണ്ടുപിടിക്കുമെന്നും തോന്നുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളതായിരിക്കുന്ന അങ്ങ് സാത്വികമൂർത്തി, രാജസമൂർത്തി, രജഗുണമായിട്ട് ബ്രഹ്മാവാവണു, സാത്വികമായിട്ട് വിഷ്ണു ആവണു, തമോ ഗുണമായിട്ട് പരമേശ്വരനായിട്ട് സംഭരിക്കുക, ലോകത്തിൻ്റെ തെറ്റിത്തിരി ലയങ്ങൾ നടത്തുന്നു. തസ്മൈ നമോ ഭഗവതേ പുരുഷായ ഭൂമിനെ വിശ്വായ വിശ്വഗുരവേ പരദേവതായി. വിശ്വത്തിൻ്റെ ഗുരുവും പരദേവതയും സാക്ഷാൽ ഭഗവാനും പരമാത്മാവുമായിട്ടുള്ള അങ്ങയ്ക്ക് നായിക്കൊണ്ട് നമസ്കാരം. നാരായണായ ഋഷയേ ച നരോത്തമായ ഹംസായ സംജതഗിരേ നിഗമേശ്വരായ. വേദങ്ങളിൽ പാഴ്ത്തപ്പെട്ടതായിട്ടുള്ള മഹത്വത്തോടു കൂടിയിട്ടുള്ള അങ്ങേക്ക് നാരായണായിട്ടുള്ള ഋഷിക്കും നമസ്കാരം. ഏതൊരു ഭഗവാനെ ദർശിക്കുക, ദർശനം നിഗമാത്മരഹപ്രകാശം. ദർശനം കൊണ്ടാണ് മനസ്സിൻ്റെ അന്ധകാരങ്ങൾ മുഴുവനും പോകുന്നത്. അങ്ങനെയുള്ള അങ്ങേക്കായിക്കൊണ്ട് മഹാപുരുഷനായിക്കൊണ്ട് നമസ്കാരം എന്നും പറഞ്ഞിട്ട് മാർക്കണ്ഡേയൻ സ്തുതിച്ചു. ഇപ്രകാരം സ്തുതിക്കപ്പെട്ടപ്പോൾ അനുഗ്രഹമൊക്കെ കൊടുത്തു. ഇത് ശിവൻ അറിയാണ്. പാർവതി ഇങ്ങനെ തന്നെ ഭഗവാൻ അനുഗ്രഹിച്ചു അത്രേ മാർക്കണ്ഡേയനെ. നമുക്കും ആ മാർക്കണ്ഡേയനെ ഒന്ന് പോയി കണ്ടാലോ? പാർവതി വിചാരിച്ചു മാർക്കണ്ഡേയനെ അനുഗ്രഹിക്കാൻ നമ്മൾ പോവുകയാണ്. എന്തപ്പം നമ്മുടെ അനുഗ്രഹം മഹാത്മാവിന് കിട്ടേണ്ട അനുഗ്രഹം നമ്മളെക്കാൾ വലിയ ആളിൽ നിന്ന് കിട്ടിയില്ലേ, വിഷ്ണുവിൽ നിന്ന്. അതുകൊണ്ട് നാഥ, നമ്മുടെ അനുഗ്രഹം ഒന്നും ആ പുണ്യാത്മാവിന് വേണമെന്നില്ല, അതിലും വലിയ അനുഗ്രഹം നേടിയിട്ടല്ലേ ഇരിക്കണം. പാർവതിയുടെ ഒരു ഉദ്ദണ്ഡ ചോദ്യം. അപ്പോൾ പരമേശ്വരൻ പറഞ്ഞു, പാർവതി എന്ത് വിട്ടിത്തായി പറയണത്? നമ്മുടെ അനുഗ്രഹം കൊടുക്കാനൊന്നും അല്ല പോണത് പാർവതി, അത് വിചാരിക്കേണ്ട. നമ്മുടെ അനുഗ്രഹം ഒന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല. പിന്നെ മഹാവിഷ്ണുവിൻ്റെ ഭക്തന്മാരെ ഒന്ന് കാണുക എന്ന് വെച്ചാൽ അതൊരു ഭാഗ്യമല്ലേ പാർവതി? ആ, അത് ശരിയാണ്, ഞാൻ അത്ര ഓർത്തില്ല കേട്ടോ. എന്നാൽ പുറപ്പെടുക, ഇനി ഒട്ടും അമാന്തിക്കേണ്ട, വിഷ്ണു ഭക്തന്മാരെ കാണുക. മാർക്കണ്ഡേയൻ മഹാവിഷ്ണുവിൻ്റെ ഭക്തനാണെങ്കിൽ മഹാവിഷ്ണുവിനെ പോലെ തന്നെ വിചാരിക്കാം. ഭാഗവതവും ഭക്തനും വിഷ്ണുവും മൂന്നല്ല എന്നാണ്. എന്നാൽ പുറപ്പെടുക എന്നങ്ങനെ പറഞ്ഞ് പാർവതിയും പരമേശ്വരനും കൂടി മഹാത്മാവായിരിക്കുന്ന മാർക്കണ്ഡേയനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നു. അപ്പോൾ അവിടെ സ്തുതിച്ചു. യാതൊരുവിധ വ്യത്യാസവും ഭഗവാന് വിഷ്ണു, ശിവൻ എന്നൊന്നും ആ യഥാർത്ഥ ഭക്തന്മാർക്ക് ഉണ്ടാവില്ല. നമഃശിവായ രുദ്രായ എന്നൊക്കെ പറഞ്ഞിട്ട് പരമേശ്വരനെയും നമഃശിവായ രുദ്രായ ശിവായ ശാന്തായ സത്വായ പ്രമിടായ ച രജോജുഷേ പഘോരായ നമസ്തുഭ്യം സമോജുഷേ എന്നൊക്കെ പറഞ്ഞിട്ട് ശിവനെയും മഹാത്മ്യം കൂടി അവിടെ കൂട്ടി യോജിപ്പിച്ചു. ശിവൻ ചോദിച്ചു, അങ്ങേക്ക് എന്നിൽ നിന്ന് എന്തെങ്കിലും വരം വേണോ? വേണ്ടിയിരില്ല എന്ന് നല്ലോണം അറിയാം, എന്നാലും ചോദിച്ചു. വന്ന സ്ഥിതിക്ക് ചോദിക്കണമല്ലോ, പ്രത്യക്ഷപ്പെട്ട ദേവൻ്റെ ഒരു കടമയാണത്. അപ്പം പറഞ്ഞു, യാതൊന്നും ആവശ്യമില്ല, ഭഗവാന്റെ ഉള്ള ഭക്തി ഉണ്ടാവുക, എനിക്ക് വേറെ എന്ത് വരാണോ വേണ്ടത്? ആ ഭക്തി കൊണ്ടെല്ലാം തന്നെ ഉണ്ടാവില്ലേ? ഞാൻ ഓരോന്നായിട്ട് എന്തിനാണ് ഭഗവാനെ ചോദിക്കണത്? പരമേശ്വരൻ നക്യമ്മയാനി തീർത്ഥാനി നദേവാ ചേതനോച്ഛിതാ തേ പുനന്തിരുകാലേന യുയം ദർശനമാത്രത. ശിവൻ പറഞ്ഞു, ഈ ഗംഗയിലും അവിടെയും ഇവിടെയും പുണ്യനദിയിൽ പോയിട്ട് ഇങ്ങനെ കുളിക്കുക, ഒരുപാട് ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം നടത്തുക, അതുകൊണ്ടൊന്നും
മനസ്സ് ശുദ്ധാവില്ല. ഭാഗവതം അവിടേക്കാണ് എപ്പോഴും ഊന്നും. ഞാൻ കമ്മയാനി വെള്ളത്തിൽ പോയിട്ട് കുളിക്കുക, വെങ്ങയെ കുളിച്ചു, ഞാൻ അവിടെ പോയി കുളിച്ചു, ഇവിടെ തീർത്ഥമാടി 22 തീർത്ഥം കോരി മണ്ടയിൽ ഒഴിച്ചു. ഇതൊക്കെ ഉള്ളിലേക്ക് എത്തുമോ? ആലോചിച്ച് നോക്കൂ. പിന്നെയോ ദർശന ദേവ മാത്രത, നല്ലൊരു സജ്ജനത്തിനെ കാണുമ്പോഴാണ് ശരിക്കും ഉള്ളു ശുദ്ധാവണത്. ബ്രാഹ്മണേഭ്യോ നമസ്യാമോ, അങ്ങനെയുള്ള ബ്രാഹ്മണരായിക്കൊണ്ട് നമസ്കാരം എന്നങ്ങനെ പറഞ്ഞ് അജരാമരത, ജരാമരണം, അങ്ങ് മരിക്കൂല, എപ്പോഴും 16 വയസ്സായിരിക്കട്ടെ എന്ന് ശിവൻ അനുഗ്രഹിച്ചു. 16 വയസ്സ് വരെ ആയുസുള്ളൂ, 16 വയസ്സായിട്ട് അവിടെ നിന്നാൽ മതിയല്ലോ, അങ്ങനെയും ശരിയാവും ജ്യോത്സ്യം. അങ്ങനെ എപ്പോഴും 16 വയസ്സ് എന്ന ക്രമത്തിൽ മാർക്കണ്ഡേയൻ സ്ഥിതി ചെയ്തു എന്നും പറഞ്ഞിട്ട് മാർക്കണ്ഡേയ ചരിതാണ് പറഞ്ഞു. ഇത് കേൾക്കുന്നവർക്കൊക്കെ ഭക്തി ഉണ്ടാവും. സംശ്രാവയെ സംശുണിയാതു താ ഉഭോ, കേൾക്കുന്നവർക്കും കേൾപ്പിക്കുന്നവർക്കും പറയുന്നവർക്കും തയോർണ കർമാശയ സംസൃതിർഭവേ, കർമാശയങ്ങളുടെ സംസാരബന്ധം ഉണ്ടാവില്ല. ഈ 12 ആദിത്യന്മാരെ പറയുകയാണ്. തുടർന്നിട്ട് അത് ഭാഗത്തോട് കൂടിയിട്ട് ഏകദേശം നമുക്ക് ഭാഗവതം അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാബ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യസ്തകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.